ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഗുലാബ് ജാമുനുമായിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇതിനാവശ്യമായിട്ടുള്ളത് മെയിനായിട്ട് ബ്രെഡ് തന്നെയാണ്. അതിനായി ഞാനിവിടെ 8 ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരല്പം പാല് ചേർത്താണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ പുട്ടുപൊടിക്കൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പാല് കൂടാതെ ശ്രദ്ധിക്കുക. പാല് കൂടിയാൽ ഉള്ളി വെന്ത് കിട്ടില്ല. ഏകദേശം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ബൗൾസ് ആക്കി എടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ബോൾസ് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ നമ്മളെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ബൗൾസായി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഷുഗർ സിറപ്പാണ്. അതിനായി ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തിളക്കണം. പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞ് വരേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്ക മുഴുവനാണ് ചേർത്തിട്ടുള്ളത്. അതല്ലാതെ പൊടിയും ചേർത്ത് കൊടുക്കാം. ബൗൾസ് ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ബൗൾസ് എല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൗൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് 15 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കാം. ഷുഗർ സിറപ്പ് ബോൾസിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സിറപ്പൊക്കെ ബോൾസ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ബ്രെഡും പഞ്ചസാരയൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യും.